ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. എത്രയാണ് ഒരുപാട് കമ്പനികൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവർ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ട്രാക്കിംഗ് ഉണ്ടാവില്ല. കാരണം ഇവിടെ പ്രൊഡക്ഷൻ ആണ്, റോ മെറ്റീരിയൽസ് കുറെ വാങ്ങിയിട്ടുണ്ടാവും, അത് പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. റോ മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്തു, അത് എത്ര കൺട്രോൾ ചെയ്യും, ആ കൺട്രോൾസ് വരെ ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാവുന്നത് ഒരു ഈ സ്റ്റോക്കിന്റെ ഷോർട്ടേജ് പെട്ടെന്ന് ആയിട്ട് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. ഇതിന്റെ ട്രാക്കിംഗ് ഇല്ലാണ്ടാക്കി സ്റ്റോക്ക് ഷോർട്ടേജ് എന്നൊക്കെ അറിയാൻ പറ്റില്ല. പിന്നെ ഉണ്ടാവുക ഒരു കോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഫുഡ് കോസ്റ്റ്, ഒരു റെസ്റ്റോറന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യം അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് ഈ കോസ്റ്റ് അറിയില്ല. ഓരോ സാധനം ആ സാധനം ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ വിചാരിച്ച കോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യുക. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ സൊല്യൂഷൻ കൊടുക്കും. ടാലി പ്രായത്തിൽ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് ഇൻവെന്ററി കൺട്രോൾസ് കൊണ്ടുവന്നുകൊണ്ട് മാനേജ്മെന്റിന് വേണ്ട ഡാഷ്ബോർഡ്സ്, ഈ കാര്യങ്ങളൊക്കെ അറിയാത്തത് എന്തൊക്കെയാണെന്ന് കിട്ടാത്തത്, ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇവർ ഇംപ്ലിമെന്റേഷൻ ചെയ്ത സമയത്ത് എന്താ വെച്ചാൽ അവർക്ക് സ്റ്റോക്കിംഗ് ഇഷ്യൂസ് മാറി. കൃത്യമായിട്ട് ഷോർട്ടേജ് ഇല്ല, സാധനം ഷോർട്ടേജ് വരുന്നത് അല്ലെങ്കിൽ അവർക്ക് സ്റ്റാൻഡേർഡ് ഇത്ര വേണം, മിനിമം റിക്വയർഡ് ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഇൻഡിക്കേഷൻ കിട്ടുന്നവർക്ക് അത് ഓർഡർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും അവർക്ക് പ്രോഫിറ്റബിലിറ്റി ഇതൊക്കെ നഷ്ടം സംഭവിക്കണം. കാരണം ചിലപ്പോൾ ഓർഡർ മിസ്സാവും, സ്റ്റോക്ക് ഷോർട്ടേജ്, അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊരു മാനുഫാക്ചർ, ഏത് ടൈപ്പ് മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് മാനുഫാക്ചറിങ് ആകട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.